വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മഹാരാഷ്ട്ര വഡാല സ്വദേശി നസീം ഖാനാണ് കോഴിക്കോട് കസബ പോലീസിന്റെ പിടിയിലായത്. പ്രതി മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനായി കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി മഹാരാഷ്ട്ര വണ്ടാല സ്വദേശി നസീം ഖാനാണ് കോഴിക്കോട് കസബ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പുതിയറ കാളൂർ ദേവി ക്ഷേത്രം, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, മുതലക്കുളത്തെ പോലീസ് അമ്പലം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് മുതലക്കുളത്തെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതും ഇയാൾ തന്നെയായിരുന്നു. മോഷണം നടത്താനായി തിരഞ്ഞെടുക്കുന്ന ക്ഷേത്രങ്ങളിലെത്തി നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയിരുന്നത്. പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചായിരുന്നു മോഷണങ്ങൾ. ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചിരുന്ന പണം സ്ഥിരമായി ഒരു അക്കൗണ്ടിലേക്കാണ് ഇയാൾ അയച്ചിരുന്നത്. ആ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിലെ CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യഘട്ടത്ത് ഇവരുടെ CCTV ദൃശ്യങ്ങൾ കാണുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ ഐകോപ്സ്, ക്രൈം ഡ്രൈവ്, മറ്റ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് FRS ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഒക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിൻ്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇന്റിമേഷൻ പോകുന്നുണ്ട്. ഇയാൾക്ക് പിന്നിൽ വൻ മോഷണ സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. മാത്രമല്ല, ഇയാളിൽ നിന്നും മോഷ്ടിച്ച സൈക്കിളും കണ്ടെത്തിയിട്ടുണ്ട്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ജനം, കോഴിക്കോട്.